ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. എല്ലാവരും തന്നെ ഡിഫറെന്റ് കൺട്രീസിൽ നിന്നാണ്. അപ്പൊ ഇന്ന് എല്ലാവരും അവരുടെ അനുഭവങ്ങളും അവരെന്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം ഞങ്ങൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമാണ്. ഇതൊരു നല്ലൊരു അവസരമാണ്. പേരൻസോ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നല്ലൊരു ബിസിനസ് വേണം, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം, നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോണേ. അപ്പൊ ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ നിഷ, ഞാൻ UK ാണ്. നേഴ്സിംഗ് ആണ് എന്റെ പ്രൊഫഷൻ. ഞാനിപ്പോ ഡിജിറ്റൽ ബിസിനസ് മാത്രമാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നു. എനിക്ക് 4 മക്കളുണ്ട്. അപ്പൊ ഇവരെല്ലാവരും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അവർ പറയും അവരെന്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഹേമാംബിക മാഡത്തിനോട് തന്നെ ആദ്യം ചോദിക്കാം. അപ്പൊ ഹേമാംബിക ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? മ്യൂട്ടാണേ. എന്റെ പേര് ഹേമാംബിക, സ്ഥലം കോട്ടയം പാലായിലാണ്. ഞാൻ 1 വർഷത്തിലധികമായി ഈ ഒരു മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അത്രത്തോളം നല്ലൊരു വരുമാനവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ആരോഗ്യവും സമ്പത്തും സന്തോഷവും നമുക്ക് കിട്ടുന്ന ഒരു മേഖലയും ഒരു അവസരമാണ് അത്. പിന്നെ ആഴ്ചയിൽ നമുക്ക് നല്ലൊരു വരുമാനം ഏൺ ചെയ്തെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. താങ്ക് യു ഹേമാംബിക. പ്രിയയുടെ സ്റ്റക്ക് ആണോ? അതെ മാഡം, സ്റ്റക്ക് ആണ്. പ്രിയക്ക് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ. എന്റെ പേര് പ്രിയ. ഞാൻ കായംകുളത്തു നിന്നാണ്, ആലപ്പുഴ ജില്ല കായംകുളത്തു നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇതില് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 മന്തോളമായി. ഫുൾ ടൈം പാർട്ട് ടൈം ആയിട്ടാണ് ഞാനിത് നോക്കുന്നത്. എനിക്കിത് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. വീക്ക്ലി നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു പ്രിയ. അപ്പൊ ലിൻസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഗുഡ് ഈവനിങ്, ഞാൻ ലിൻസി. ഞാനിപ്പോൾ ദുബായിലാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ദുബായിൽ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാനിപ്പോൾ റിസൈൻ ചെയ്ത്, കാരണം കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് കുറെ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാനിങ്ങനെ ബിസിനസിനെ കുറിച്ച് അറിയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോഴും വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ലിൻസി. അപ്പൊ എല്ലാവരും ഞാനപ്പോ റീസൺ പറയും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഞാനപ്പോ ഈ ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്കൊരു ഫാമിലി ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഒരു റെഗുലർ ജോബിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫാമിലിയിൽ സമയം കിട്ടത്തില്ല. അപ്പൊ ഞാൻ അന്വേഷിക്കുമായിരുന്നു എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഫ്രീ ടൈമിൽ നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് ബിസിനസ് ഉള്ളതെന്ന് ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ബിസിനസിനെ പറ്റിയുള്ള ഈ അവസരം ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഉടനെ അതിൽ ജോയിൻ ആയി. എനിക്ക് ജോയിൻ ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അത്രയും നല്ലൊരു ബിസിനസ്സാണ്. എനിക്കിപ്പോ ഫാമിലിയിൽ ഇഷ്ടംപോലെ സമയം ഞാൻ ജോലി നിർത്തി ഞാനിപ്പോ ബിസിനസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഫാമിലിയിൽ നല്ല സമയവും മക്കളെ നോക്കാനൊക്കെ ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇവർക്ക് എല്ലാവർക്കും ഓരോ റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് അവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പൊ ഹേമാംബിക തന്നെ ആദ്യം ഒന്ന് പറയാമോ, എന്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ആ റീസൺ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. എവിടെ ഇരുന്നും ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണെന്നുള്ളതാണ്. ഇത് ഏത് സമയത്തും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. പിന്നെ അത് മാത്രമല്ല, ആദ്യം പറഞ്ഞ പോലെ ആരോഗ്യ സമ്പത്തും സന്തോഷവും നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ്. അതിപ്പം 1 വർഷത്തിലധികമായി ഞാൻ എൻജോയ് ചെയ്തു വരുന്നു. പിന്നെ ഒരിക്കലും നമുക്കിത് ജോലി എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ആ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള വരുമാനങ്ങളിൽ, ഇതുപോലെയുള്ള ഒരു മേഖലകളിൽ കൂടെ മാത്രമേ നമുക്ക് അത്രയും നല്ലൊരു വരുമാനം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാനും ഇത് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, താങ്ക് യു ഹേമാംബിക. അപ്പൊ ലിൻസി ഒന്ന് പറയാമോ, ലിൻസി എന്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലി ടൈമിന് വേണ്ടിയിട്ട് കൂടിയാണ്. കാരണം എനിക്ക് കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ കൂടുതൽ കെയർ ചെയ്ത്, നമ്മൾ വേറെ സ്ഥാനത്ത് ജോലിക്ക് പോകണമെങ്കിൽ ടൈമിന് പോകണം, ഒരു ടൈമിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പം ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ മുഖ്യമായിട്ട് നോക്കിയത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം, അവരെ കുറച്ചുകൂടെ കൂടുതൽ കെയർ ചെയ്യണം.
കാരണം ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് പഠിക്കാനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ശരിക്കും ടൈം മാറ്റി വയ്ക്കണം, അവർക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത്. ഇതെനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് എനിക്കിഷ്ടമുള്ള ടൈമിൽ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറിയത്. താങ്ക് യു ലിൻസി. അപ്പൊ പ്രിയ ഒന്ന് പറയാമോ? പ്രിയ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ റീസൺ ഒന്ന് പറയാമോ? തീർച്ചയായും. ഞാനും പുറത്തൊക്കെ വർക്ക് ചെയ്തതാ. അന്നേരം എന്റെ മകൻ ഇവിടെ നാട്ടിൽ വർക്കായിരുന്നു. അപ്പം ഫുൾ ടൈം ആയിട്ട് അവന്റെ കൂടെ നിൽക്കുവാനും മോനെ കൂടുതൽ ശ്രദ്ധിക്കുവാനും എനിക്ക് നാട്ടിലെ ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ബെനിഫിറ്റ്. അപ്പൊ താങ്ക് യു പ്രിയ. അപ്പൊ എല്ലാവരും അവര് എന്തുകൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആർക്ക് വേണേലും ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ്. വീട്ടിലിരുന്ന് നമ്മുടെ ഒരു ഫ്രീ ടൈം മാത്രം മതി ബിസിനസ് ചെയ്യാൻ. നമുക്ക് ആഴ്ചയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു അവസരം കൂടിയാണ്. എത്രയോ പേരൻസ് ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാതെയൊക്കെ കഷ്ടപ്പെടുന്ന എത്രമാത്രം ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും ഡിജിറ്റൽ ബിസിനസ് കേൾക്കുമ്പോൾ എന്തോ പേടിച്ച് മാറിപ്പോവുക, ഇതെന്തോ സ്കാമാണ്, ഇതെന്തോ MLM ആണ്, അങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുവാണ്, ഇത്രയും നല്ലൊരു അവസരങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഇൻകത്തിൽ എത്താവുന്ന ഒരു ബിസിനസ് അവസരങ്ങളാണ് ഇതെല്ലാം. അതെന്താന്ന് നിങ്ങൾ അറിയാനുള്ളൊരു ഒന്ന് ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലൂടെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ ആയിട്ടും ഇങ്ങനെ എല്ലാവരോടും പറയുന്നത്, ഇത്രയും നല്ലൊരു അവസരങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇനി ഞാൻ അടുത്തായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു ബിസിനസ് ഇപ്പൊ ഹേമാംബിക ഒന്ന് പറയാമോ? ഈ ബിസിനസ് നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യോ? എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഇത് എനിക്ക് ഫ്രണ്ട്സിനോ നമ്മുടെ ഫാമിലി സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് സർക്കിളിലോ ഒക്കെ നമുക്കിത് ഷെയർ ചെയ്ത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഇതിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നമുക്ക് ഡെയിലി കാണുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ആവശ്യമുള്ളവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. താങ്ക് യു ഹേമാംബിക. ലിൻസിക്ക് എന്താ പറയാനുള്ളത്? അതുപോലെ ഞാനും ആദ്യം ഇത് ഷെയർ ചെയ്തത് എന്റെ ഫാമിലി ഉള്ളവരോട് തന്നെയാണ്. കാരണം എന്നെപ്പോലെ പുറത്ത് പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ ഒക്കെ ഉണ്ടല്ലോ. അത് ഞാൻ അവരോടൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തത്. ഇൻട്രസ്റ്റ് ഉള്ളവർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ നമുക്ക് പരിചയമുള്ളവരോടും മറ്റുള്ളവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തരോടും ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കാറുണ്ട്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുറത്ത് ജോലിക്ക് പോകുന്നവർക്കും ഇത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജോലിയുടെ കൂടെ ഇത് ചെയ്യാം, നമുക്ക് എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് ചെയ്യാം. കാരണം എല്ലാവർക്കും ഉള്ള പേടി പോലെ തന്നെ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടാകും, എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇത് ജെന്യുവൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാകും. അപ്പൊ ഞാൻ എല്ലാവരോടും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് പരിചയത്തിലുള്ളവരോടും അല്ലാതെയൊക്കെ ഞാനിത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇനിയും ചെയ്യുകയും ചെയ്യും. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. താങ്ക് യു ലിൻസി. പ്രിയക്ക് എന്താ പറയാനുള്ള? മറ്റുള്ളവരോട് നമ്മൾ ഈ ബിസിനസ് സജസ്റ്റ് ചെയ്യും, എന്താ പറയാനുള്ള? തീർച്ചയായിട്ടും എന്റെ ഫാമിലി സർക്കിളും ഫ്രണ്ട്സിനോടും എല്ലാം ഞാൻ ബിസിനസ് കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലരും ഇതിനോട് താല്പര്യം കാണിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി സർക്കിളിനും പറയാം. താങ്ക് യു പ്രിയ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവരെല്ലാരും തന്നെ പുതിയതായിട്ട് ആദ്യമായിട്ടാണ് ഈ ഇന്റർവ്യൂവിലോട്ട് കയറി വരുന്നത്. അവരൊന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് അവര് ട്രൈ ചെയ്ത് നോക്കുവാണ്. അവർക്ക് എങ്ങനെ ഒരു വീഡിയോ ഫേസ് ചെയ്ത് എങ്ങനെ സംസാരിക്കാൻ ഒരു അത് ഈ ബിസിനസ്സിലൂടെയാണ് അവർക്ക് അത് കിട്ടുന്നത്, എങ്ങനെ മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ്. ഇങ്ങനെ എല്ലാ ട്രെയിനിങ്ങുകളും തന്നെ ഞങ്ങൾ ഈ ബിസിനസ്സിലൂടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പറ്റിയുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു സ്ഥിരമായ ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അവര് മുന്നോട്ട് എങ്ങനെ വരാം, അവർക്കൊരു പേഴ്സണൽ ഡെവലപ്മെന്റിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അതും കൂടെ ഈ ബിസിനസ്സിൽ. അപ്പൊ നമുക്കൊരു ഇൻകം മാത്രമല്ല ഇതിനകത്തുനിന്ന് കിട്ടുന്നത്, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് കൂടെ നമുക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടുവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ വളർന്നു വരുന്ന ഒരു അവസരം കൂടിയാണിത്. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കൾക്കും കൂടി കൈമാറാവുന്ന ഒരു അവസരം.
മക്കൾക്ക് ഒരു 18 വയസ്സായ അവരെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, അവരുടെ ഫ്രീ ടൈം വെറുതെ കളയാതെ അവർക്കൊരു ബിസിനസ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു അവസരമാണിത്. അപ്പൊ ഞാൻ ഹേമാംബിക ഒന്ന് പറയോ, ഈ ഫസ്റ്റ് ടൈം ഒരു ഇന്റർവ്യൂവിൽ ഇപ്പൊ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു എക്സ്പീരിയൻസ് എന്താ അത് ഫീൽ ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയിലൂടെ സംസാരിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു മീറ്റിംഗ് പങ്കെടുക്കുന്നത് പോലും. പക്ഷെ എങ്കിൽ ഞാൻ ഇതിനൊക്കെ അങ്ങനെ സംസാരിക്കാത്ത അല്ലെങ്കിൽ ഒരു ഷൈ ആയിട്ട് തന്നെ ഉള്ള ആളായിരുന്നു. പക്ഷെ ഒരുപാട് ഡെവലപ്മെന്റ് എൻ്റെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. പിന്നെ അതുപോലെ നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും, ഇതെന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും വരുമാനം മാത്രമല്ല, സെൽഫായിട്ട് ഡെവലപ്മെന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതും നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആർക്കെങ്കിലും ഉപകാരം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഉപകാരം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നൊക്കെ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. അത് കയറി നിന്ന് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഹേമാംബിക. ലിൻസിക്ക് എന്താ പറയാനുള്ള? നമുക്കൊരു പേഴ്സണൽ ഡെവലപ്മെന്റിനെല്ലാം നമുക്ക് ഈ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ക്യാമറയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. കാരണം ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഷൈ പേഴ്സൺ ആയിരുന്നു. ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ ഒക്കെ വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് എന്തായാലും ആ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടി. എങ്ങനെയാണ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കേണ്ടത്, സോഷ്യൽ മീഡിയ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ ഒരു ട്രെയിനിങ് കിട്ടിയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര എന്താണ് എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉള്ളത്, എന്നാലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഈ ഒരു ബിസിനസ് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. താങ്ക് യു നിഷ. താങ്ക് യു ലിൻസി. പ്രിയക്ക് എന്താ പറയാനുള്ളത്? പ്രിയക്ക് ഇത് നമ്മളെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണോ? തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനും വളരെ ശരിയായിട്ടുള്ളതാണ്. ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. എനിക്ക് പറയാൻ എന്താണെങ്കിലും കിട്ടുന്നില്ല. അത് കുറെ മീറ്റിങ്ങിലൊക്കെ മാറ്റിയെടുക്കണമെന്ന് കരുതുന്നു. തീർച്ചയായും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, താങ്ക് യു പ്രിയ. അപ്പൊ നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ ഈ ഓഡിയൻസിന്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് എന്തൊരു അഡ്വൈസ് നമുക്ക് കൊടുക്കാനുള്ള? ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ അവസരങ്ങൾ നോക്കിയിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അഡ്വൈസ് കൊടുക്കാനായിട്ട്, അപ്പൊ ഹേമാംബികയ്ക്ക് എന്തെങ്കിലും ഒരു ഫൈനൽ അഡ്വൈസ് ആയിട്ട് ഓഡിയൻസിനൊന്ന് കൊടുക്കാമോ? ഹേമാംബികയുടെ വീഡിയോ സ്റ്റക്കായി തോന്നുന്നു. ലിൻസി ഒന്ന് പറയാമോ ഒരു ഫൈനൽ അഡ്വൈസ് ഓഡിയൻസിന് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കിട്ടുന്ന സാലറി മാസാവസാനം മുമ്പ് നമുക്ക് ഒന്നിനും തികയാതെ വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തായാലും ആഗ്രഹിക്കും ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടായിരുന്നെങ്കിലെന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, അത് ഇപ്പൊ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അതല്ലാതെ ഇപ്പം ജോലിക്ക് പോകാൻ പറ്റാത്ത എന്റെ അവസ്ഥകളിൽ ഇങ്ങനെ ജോലിക്ക് പുറത്ത് പോകാൻ പറ്റാത്ത ഫാമിലിയൊക്കെ കെയർ ചെയ്യണം, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ് ആണിത്. അതുകൊണ്ട് എന്താ പറയണ്ടേ, ഈ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും നമ്മുടെ ഇൻകം, നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ബിസിനസ് ആണിത്. ഞാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. താങ്ക് യു ലിൻസി. അപ്പൊ പ്രിയക്ക് എന്തോ ഒരു ഫൈനൽ അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഈ ബിസിനസ്സിലൂടെ നമുക്ക് നമ്മുടെ ഫാമിലി കൂടുതൽ സമയം ചെലവഴിക്കാനും, ഒരു നൈറ്റ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഏത് സമയം നമുക്ക് ബിസിനസ് ചെയ്യാം. എക്സ്ട്രാ ഒരു ഇൻകം നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആരും ഇത് മിസ് ചെയ്യരുതെന്നാണ്. താങ്ക് യു പ്രിയ. അപ്പൊ ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ഇത് എന്താന്ന് അറിയാനുള്ളൊരു നിങ്ങളൊന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് ഒക്കെ ഞങ്ങളുടെ ഈ ക്യാമറയുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ആരെയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുക.
അപ്പൊ ഞാൻ UK നിന്നാണ്, ലിൻസി ദുബായിൽ നിന്നാണ്, പ്രിയ കേരളത്തിൽ നിന്നാണ്. അപ്പൊ എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ നിങ്ങൾ വിളിച്ച് അവരോട് സംസാരിക്കാം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഞങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ. എന്നും നമ്മൾ ഈ സാധാ നോർമൽ ജോബിലൂടെ പോയി ആ മാസം കിട്ടുന്ന വരുമാനം അത് ആ മാസം ചിലപ്പോൾ തീർന്നു പോകും. പക്ഷെ ഒരു എക്സ്ട്രാ നമുക്കൊരു മിച്ചം വയ്ക്കുക ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ബിസിനസ്സിൽ നമുക്കൊരു എക്സ്ട്രാ വരുമാനം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ മക്കൾക്കൊക്കെ ഒരു എക്സ്ട്രാ ആവശ്യം വന്നാൽ അവരെ പഠിപ്പിക്കാൻ എല്ലാത്തിനും കാശുണ്ടാവും. പിന്നെ അതും ഇത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ബിസിനസ്. നമ്മുടെ ഫ്രീ ടൈം മാത്രം മതി. ആരും നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നില്ല ഇന്ന സമയത്ത് വർക്ക് ചെയ്യണം, ഒന്നും ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. ആ ഒരു ചെറിയൊരു ഫ്രീ ടൈം, ഇപ്പൊ ഇന്ന് ഫ്രീ ടൈം ഇല്ലേ നാളെ ചെയ്യുക, എന്നായാലും ആ ഒരു ചെറിയ ഫ്രീ ടൈം യൂസ് ചെയ്ത് നമുക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാവുന്ന ഒരു ബിസിനസ്. അതും ആഴ്ചയിൽ വരുമാനം കിട്ടുന്ന, വീക്കിൽ വരുമാനം കിട്ടുന്ന ഒരു ജോലി പോലും ഉണ്ടാകത്തില്ല. ഇത് നമുക്ക് വീക്കിൽ ഇൻകം വരുന്ന നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പൊ ആരും തന്നെ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പൊ സ്പെഷ്യലായിട്ട് ഞാൻ പേരൻസിനോട് പറയണേ, നിങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, മക്കളെ നോക്കാൻ സമയം കിട്ടുന്നില്ല, അപ്പൊ അതിനിടയ്ക്ക് ജോലിക്ക് പോകണം, ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ വയ്യാതിരിക്കുന്നവരാണെങ്കിലും രോഗിയായിട്ടിരിക്കുന്നു, എന്നാലും അവർ വർക്ക് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഉള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പൊ നിങ്ങൾ ഇത് എന്താണെന്ന് അറിയാ, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ എല്ലാ കാര്യവും ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോവാം. അപ്പൊ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ആഴ്ചയിലും പുതിയ പുതിയ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് വരും. ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ബിസിനസ്സിൽ, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് ഇതിൽ പോകുന്നത്. എല്ലാവരും ഉണ്ട്, നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ അത്രയും നല്ലൊരു ബിസിനസ് അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഞങ്ങൾ അടുത്ത ആഴ്ച ഇനി അടുത്ത എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വേറെ പുതിയ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഓക്കെ എന്നാ, ഗുഡ് ബൈ. താങ്ക് യു.